ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. എഗെയിൻ ഒരു മീഷോ അൺബോക്സിങ് വീഡിയോ ആണ്. അതും ട്രെൻഡിങ് ആയിട്ടുള്ള മൾമൽ കോട്ടൺ സാരീസിൻ്റെയാണ് കേട്ടോ. മീഷോയിൽ നമുക്ക് എപ്പോഴും അറിയാം കമ്പാരിറ്റീവ്ലി റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് ഈ പ്രൊഡക്റ്റ് വന്നപ്പോൾ മനസ്സിലായത് റേറ്റ് കുറവായിരിക്കും. സോ ആ പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി മാത്രം പ്രതീക്ഷിക്കുക. മൽമൽ കോട്ടൺ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളിപ്പം നമ്മുടെ രംഗോലിക്ക് വേണ്ടിയിട്ട് കളക്ഷൻസ് ഒക്കെ എടുക്കുമ്പോൾ മൽമൽ കോട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഏകദേശമൊക്കെ അതുപോലെ മതി. ആ ഒരു ഡിസൈൻ, ആ ഒരു പാറ്റേൺ, ട്രെൻഡിങ് ആയിരിക്കും നിൽക്കുന്ന ആ ഒരു പാറ്റേണൊക്കെ ഏകദേശം അതുപോലെ മതി. ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് ചൂസ് ചെയ്താൽ മതി. ഒറിജിനലും ഇതുമായിട്ട് യാതൊരു സാമ്യം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന് ഇത് വർത്താണ് കേട്ടോ. അതായത് അറിയാലോ, ഞാനിപ്പോൾ ഇതിൽ ഓരോ പ്രൊഡക്റ്റും കാണിക്കുമ്പോൾ പ്രൈസ് പറയാം. ആ ഒരു പ്രൈസിന് ഇത് വർത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് താഴത്തെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈപ്പും കൂടെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് സാരി എന്ന് പറയുന്നത് ഇങ്ങനൊരു സാരിയാണ് കേട്ടോ. നിങ്ങൾ എന്താ പറയുക, ഒരുവിധം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ബ്ലാക്കിലും ഓഫ് വൈറ്റിലും വന്നിട്ടുള്ള മൽമൽ കോട്ടൺ സാരീസ്. അതിൻ്റെ കൂടെ കാഞ്ചി ബോർഡർ മാതിരി വരുന്നത്. അപ്പോൾ അതിൽ വൈറ്റിൽ നമുക്ക് ഈ കാഞ്ചി ബോർഡർ സാരി അവൈലബിൾ ആയിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീഷോയിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു സാരി ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഞാൻ ഇത്രയും റേറ്റ് കുറവിന് ഈ ഒരു മൽമൽ കോട്ടൺ സാരി കിട്ടുമോ എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ. കാരണം ഞാൻ ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നത് 536 രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു 536 രൂപയുടെ ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈം യൂസോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള ക്വാളിറ്റി ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാരി വർത്താണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ നമുക്ക് ഇപ്പോൾ 1000, 2000 ഇപ്പോൾ പുറമേയൊക്കെ നല്ല റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം അത്രയൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമുക്ക് ഈ ഒരു മോഡൽ സാരി വേണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒരു കാഞ്ചി ബോർഡർ ടൈപ്പ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ, പിന്നെ ഒരു പിങ്ക്, പിന്നെ ഒരു പിങ്കിൽ തന്നെ ഗോൾഡൻ ടിഷ്യൂ മാതിരി വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫുൾ ബോഡി ബ്ലാക്ക് ആണ് വരുന്നത്. രണ്ട് സൈഡിലും ഇങ്ങനൊരു ഇതാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തുമ്പത്തായിട്ട് ഇങ്ങനെ പിങ്ക് ടസൽസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ബോഡി ഫുള്ള് ബ്ലാക്ക് ആണ്. മൽമൽ കോട്ടൺ ആണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. പറഞ്ഞല്ലോ, പ്രൈസിന് എക്സ്ട്രാ വർത്താണ് കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാനങ്ങനെ സാധാരണ മീഷോന്ന് അങ്ങനെ സാരികൾ മീൻസ് കൂടുതൽ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ട്രെൻഡിങ് ആയതുകൊണ്ട് അങ്ങനെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഭയങ്കരമായിട്ട് ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. പ്രൈസ് വന്നിട്ട് 536 രൂപയാണ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹൈ ഡിമാൻഡിലാണ് സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ റേറ്റ് വേരിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പം ഈ വീഡിയോ എടുക്കുമ്പോഴും 558 വരെ എത്തിയിട്ടുണ്ട്. എനിക്കറിയില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര റേറ്റിൽ വരുന്നുള്ളത്. കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യും. ഇനി ഞാൻ ജസ്റ്റ് ഉടുത്തിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു വൈബ്രൻറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതും മൽമൽ കോട്ടൺ സാരി തന്നെയാണ്. പക്ഷെ ഇതൊരു ഭയങ്കര കോട്ടൺ മിക്സാണ്. ഈ സാരിയും വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര നൈസായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്ന അത്രേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. മൽമൽ കോട്ടൺ തന്നെയാണ് അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു കട്ടിയുള്ളൊരു അതുണ്ടോ, അത്യാവശ്യം കട്ടിയുള്ള ഒരു ടൈപ്പാണ്. ഭയങ്കര തിന്നൊന്നുമല്ല. പിന്നെ അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പൊതുവെ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡുകൾ നല്ല ഇഷ്ടമാണ്. ഓറഞ്ചും പിങ്കും വേറെ ലെവൽ കോമ്പിനേഷനാണ്. ഇതായി ഫുള്ള് ഇങ്ങനെ സ്ട്രൈപ്സ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു മിനിറ്റ്, ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. കണ്ട,
ഫുള്ള് ഇത് തന്നെ വരുന്നത്. പിങ്ക്, ലൈറ്റ് പിങ്ക്, ഓറഞ്ച്, പിങ്ക്, ലൈറ്റ് പിങ്ക്, ഓറഞ്ച്, അങ്ങനെ ഗോൾഡൻ. ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടോ ഗോൾഡൻ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പോയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ടസൽസ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ, പിങ്ക് ആൻഡ് ഓറഞ്ചിലാണ് ടസൽസ് വന്നിരിക്കുന്നത്. കാണുന്നുണ്ടോ? നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കളർ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. സംഭവം അടിപൊളിയാണ്. ഇതിപ്പം ഓണത്തിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. നല്ല വൈബ്രൻറ്റ് കളറുകൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് കേട്ടോ ഇത് ഓക്കെ ആയിരിക്കുള്ളൂ. കാരണം അത്രയും എന്താ പറയുക, ഭയങ്കര ഒരു നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ് കണ്ടോ. വെക്കുമ്പോൾ തന്നെ കണ്ടോ ഒരു വ്യത്യാസം. എനിവേ ഉടുത്തിട്ടുള്ളതും കൂടെ ഞാൻ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ ഓൾറെഡി ഒരു സാരിയുടെ പേജ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ സാരികളെ മാറ്റി ഈ സാരികളിലേക്ക് വന്നു അങ്ങനെ വിചാരിക്കേണ്ട. മീഷോയിൽ നല്ല ക്വാളിറ്റി ഉള്ളത് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു എന്ന് മാത്രം കേട്ടോ. നമുക്കിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങുന്ന ബാക്കിയുള്ളവരെന്നെ തള്ളിക്കളയണം അങ്ങനെ ആ ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് കൂടെയാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വെറും 348 രൂപ ഇതിനായിട്ടുള്ളൂ. ജസ്റ്റ് 348 റുപ്പീസ്. 348 രൂപയ്ക്ക് എന്തുകൊണ്ടും ഇത് എക്സ്ട്രാ വർത്താണ് കേട്ടോ. സ്വന്തമായിട്ട് സാരിക്കട തുടങ്ങിയോണ്ട് പറയുന്നതല്ല, സാരിക്കട അല്ല, സാരി ഓൺലൈനായിട്ട് തുടങ്ങിയോണ്ട് പറയുന്നതല്ല. ആ സാരികളും ഈ സാരികളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു പ്രൈസിന് ഈ ക്വാളിറ്റി എക്സ്ട്രാ വർത്താണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കേരള സാരി ടൈപ്പ് വരുന്നതാണ് കേട്ടോ. ഇതും മൽമൽ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട്. ആ ബ്ലാക്കിൻ്റെ സെയിം മെറ്റീരിയലാണ് കേട്ടോ. 3 മൽമൽ കോട്ടൺ ആണെങ്കിലും 3 ഡിഫറെൻറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ആ ബ്ലാക്കിൻ്റെ ഒരു ടൈപ്പാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഭയങ്കര ഇങ്ങനെ ഇറുക്കി പിടിക്കാൻ പറ്റുന്ന അത്രയും നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഒന്നുമില്ല, 2 സൈഡിലും ബോർഡർ ഉണ്ട്. ബോർഡർ ഇങ്ങനെ ഗോൾഡനിൽ ഒരു റെഡ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ആണ് കേട്ടോ സാരി വരുന്നത്, പ്യുവർ വൈറ്റ് അല്ല. പിന്നെ ടസൽസ് ആയിട്ട് ഇതുണ്ട്. ഇതിങ്ങനെയാണ് ഒരു ടസൽസ് വന്നിരിക്കുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാനിത് ഉടുത്തിട്ടുള്ളത് വീഡിയോ കൊടുത്തേക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 489 രൂപയാണ്. അപ്പോൾ ഇതും എനിക്ക് വേർത്തായിട്ടാണ് തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ കാണിക്കുന്ന സാരികളൊക്കെ വേർത്തായിട്ടുള്ളത് തന്നെയാണ്. വേറെ ഒരു സാരിയും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഭയങ്കര ചീപ്പായിട്ടാണ് തോന്നിയത്. അത് കാരണം കൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. അത് ഓൾറെഡി ഞാൻ റിട്ടേൺ കൊടുത്തു, അപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ റിട്ടേൺ കൊടുത്തു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കാണിച്ചില്ല. ഞാനിപ്പോൾ വിചാരിക്കായിരുന്നു അത് വീഡിയോ ഇടാമായിരുന്നു, വീഡിയോയിൽ കാണിക്കാമായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ ആ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആ പ്രൈസിന് ഭയങ്കര അരോചകമായി തോന്നിയപ്പോൾ ഞാൻ അപ്പം തന്നെ റിട്ടേൺ കൊടുത്തു. പിന്നെ മീഷോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ പെട്ടെന്ന് എടുത്തു പോകും. അത് കാരണം കൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാവകാശം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് റിട്ടേൺ എടുക്കുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാം എന്നുള്ളൊരു രീതിയായിരുന്നു. എനിവേ, അപ്പം നമ്മളിതിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ എനിക്ക് പ്രൈസിനനുസരിച്ച് വർത്തായിട്ടാണ് തോന്നുന്നത്. ഒരു 1 ടൈം ആണെങ്കിലോ 2 ടൈം ആണെങ്കിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് മുക്കി കഴിഞ്ഞുള്ള അവസ്ഥ എനിക്ക് അറിയില്ല. ഇത്രയും നൈസായത് കാരണം കൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. നമുക്ക് 1 ടൈം യൂസിനൊക്കെ ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത്, സെലിബ്രേഷൻസ് ഒക്കെ അല്ലേ വരുന്നത്, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ്. 1 ടൈം മാത്രമായിരിക്കില്ല, പിന്നെ അങ്ങോട്ട് ചിലപ്പം ചുളിവ് വരാനുള്ള ചാൻസ് തോന്നുന്നുണ്ട് എനിക്ക് ഈ സാരിയൊക്കെ നോക്കുമ്പം. അപ്പോൾ അതൊന്ന് അയൺ ചെയ്തിട്ടൊക്കെ വേണ്ടി വരുമായിരിക്കും. നമുക്ക് മുക്കിയാൽ തന്നെ അത് വ്യക്തമായിട്ട് അറിയുള്ളൂ. എനിവേ, സംഭവം പ്രൈസിന് വേർത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ മീഷോ 3 സാരീസ്. ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാനങ്ങനെ പ്ലാൻ ചെയ്ത് എടുത്തതല്ല. ഞാനിങ്ങനെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാണ്. എൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു ബ്ലാക്ക് സാരി ശ്രദ്ധയിൽ പെട്ടത്. ട്രെൻഡിങ് ആയതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാ പേജുകളിലും നമുക്ക് നമ്മുടെ കളക്ഷനിലൊന്നും ബ്ലാക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. വൈറ്റിൽ കാഞ്ചി ബോർഡറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഒരു പീസേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ അങ്ങനത്തെ സാരികൾക്ക്. എല്ലാവരും മൽക്കോട്ടൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പരിപാടികൾക്ക് ഇപ്പോൾ ഓണത്തിൻ്റെ തന്നെ സെലിബ്രേഷൻസിന് പോകുമ്പോൾ എല്ലാവരും സുമേഷിൻ്റെ കടയിൽ നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞ അവസ്ഥയെന്ന് തോന്നുന്നു, യൂണിഫോമായിട്ട്. കാരണം വരുന്നവരും പോണവരും ഒക്കെ ചോദിക്കുന്നത് ആ ഒരു ടൈപ്പ് സാരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കാണിക്കാം എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ. അതായത് റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക.
ഞാൻ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക് ഞാൻ താഴത്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.